ഹായ് കൂട്ടുകാരെ, ഞാനിതപ്പോൾ എൻ്റെ രാവിലത്തെ കുറച്ച് പണികളിലേക്കാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ മോൾക്ക് ചോറ് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടേ ചീരയുടെ ഇലയൊക്കെ എടുക്കുകയാണ്. അവൾക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചീരയുടെ ഇല മുറിക്കുന്നുണ്ട്, കുറച്ച് പയറെടുക്കണം. ഒക്കെ ഉണ്ടാവാൻ തുടങ്ങി കേട്ടോ. വഴുതനൊക്കെ അതേ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ചീരൊക്കെ അങ്ങനെ ആയി വരുന്നുള്ളൂ. വേറെ കുറേ തെയ്യുണ്ട്. വെണ്ടൊക്കെ ഉണ്ടായി വരുന്നേ ഉള്ളൂ. ഒരു വെള്ളരി കുറേ പൂവലൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒന്ന് കുറച്ച് വലുതായിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നല്ല സന്തോഷമല്ലേ. ഇതിപ്പോൾ പറിച്ചെടുക്കുന്നില്ല. മത്തനും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ചിരങ്ങ, കുമ്പളനൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ താഴെ അപ്പുറത്താണ്. ചോളോന് എല്ലാവരും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അവൾക്ക് 8:30 പോകണം. അതിൻ്റെ ഇടയിൽ ഓടി വന്നതാണ്. പയറൊക്കെ എടുത്തു. പശുക്കളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടേ വിടുള്ളൂ കേട്ടോ. മോള് പോയതിൻ്റെ ശേഷം അതിൽക്കൊക്കെ തിരിയുള്ളൂ. ആവശ്യത്തിനുള്ള പച്ചമുളകൊക്കെ എടുത്തു. ഇപ്പോൾ അവൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വേഗം ചീര കറിയൊക്കെയാണ്. അതുപോലെ പയർ പൊരിച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം. പയർ പൊരിച്ച് ചീരക്കറിയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ചീര വെറുതെ ഇങ്ങനെ വേവിക്കുകയാണ് കേട്ടോ. നമുക്ക് നാളികേരം ഒന്നും അരച്ച ഇഷ്ടമല്ല. ചീര വെറുതെ അങ്ങനെ വേവിച്ചിട്ട് പയറൊന്ന് പൊരിച്ചെടുക്കട്ടെ. ഇനി അങ്ങനെ അവളുടെ ടിഫിൻ ബോക്സ് ഒന്ന് റെഡി ആക്കി കൊടുക്കട്ടെ. ഞാൻ എൻ്റെ അടുത്ത പണികൾക്ക് കേട്ടോ. കൃഷ്ണപശുവാണ്. ഇന്നലെയാണ് ഈ പശു പ്രസവിച്ചത്. നമ്മൾ അറിഞ്ഞതേ ഉണ്ടായിരുന്നില്ല. തൊടിയിൽ പ്രസവിച്ച് നിൽക്കുന്നുണ്ട് പ്രതീക്ഷിക്കാതെ. വേഗം ഒന്ന് സിറ്റൗട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടിട്ട് സിറ്റൗട്ടൊന്ന് അടിച്ച് ഒന്ന് തുടച്ചിട്ടിട്ട് പോകാമെന്ന് വെച്ചു. അകത്തൊക്കെ പിന്നെ തുടക്കുള്ളൂ കേട്ടോ. സിറ്റൗട്ടൊന്ന് വേഗം തുടച്ചിടും. മുൻഭാഗത്തൊക്കെ ഒന്നുകൊണ്ട് വേഗം വൃത്തിയാക്കിയിടും. മഴ കൊള്ളാത്ത ഭാഗത്തുള്ള ചെടികളൊക്കെ കുറേ ചെടികളുണ്ടായിരുന്നു. ഇപ്പോൾ അധികമൊന്നുമില്ല. നോക്കിയിട്ട് എത്തുന്നില്ല. ഇപ്പോൾ അതിനൊക്കെ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തു. മുറ്റത്തുള്ള ചെടികൾക്കൊക്കെ പിന്നെ ഇടയിൽ മഴ പെയ്യുന്നുണ്ടേ വലിയ കുഴപ്പമില്ല. മന്ദാരം പൂത്ത് നിൽക്കുന്നുണ്ട്. മന്ദാരത്തിൻ്റെ പൂവാണ് താഴേക്ക്. 2 മന്ദാര മരത്തിൽ നിറയെ പൂ വിരിഞ്ഞിട്ടുണ്ട്. ഒക്കെ ഉയർന്നു പോയിട്ടുണ്ട് കേട്ടോ മരങ്ങളൊക്കെ. നല്ല തണുപ്പാണ്. പിന്നെ മുൻഭാഗത്തെ പണികളൊക്കെ കഴിഞ്ഞു. അതിലടച്ച് ഞാൻ എൻ്റെ പശുക്കളുമായിട്ടുള്ള പണികൾക്ക് പോവുകയാണ്. പശുവിനെ വേഗാണ്ട് മുന്നിൽ കെട്ടി ഇനി അതിലൊക്കെ അടച്ച് കഴിഞ്ഞിനി തൊടിയിൽക്കാണ്ട് നീങ്ങാണ്. ഇനി റംബുട്ടാൻ്റെ മരത്തിലുള്ള കിളികളുടെ ശബ്ദം കേട്ടപ്പോൾ അങ്ങനെ നോക്കിയതാണ്. വേറെയും കുറഞ്ഞുണ്ട് മേലൊക്കെ. ഇവിടെ നിറയെ കിളികളും എപ്പോഴും കിളികളും മയിൽ അങ്ങനെയൊക്കെ എപ്പോഴും ഓരോന്നുണ്ടാവും. ഇവരുടെ സൗണ്ട് കേൾക്കാൻ തന്നെ രസമാണ്. ഇനിയിപ്പോൾ അമ്മണീനെ ഒന്ന് കറക്കണം. അവൾക്ക് വെള്ളമൊക്കെ റെഡിയാക്കി വെച്ചിട്ട് അവളങ്ങോട്ട് ഊരിക്കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ കഥ നിറയെ കിളികൾ തന്നെയാണ്. കാണാനൊന്നും പറ്റുന്നില്ല. അവരുടെ ശബ്ദം ഇങ്ങനെ കേൾക്കാം. മാണിക്കനതാ അമ്മണി അങ്ങോട്ട് നടന്നിട്ടുണ്ട് കേട്ടോ. ഇനി അവളൊന്ന് കുളിപ്പിക്കണം. കുളിപ്പിച്ച് പാലൊക്കെ ഒന്ന് കറന്ന്
കുട്ടുവാവ് അതാ പാല് കുടിക്കണു. ഇവരൊക്കെ തൊടിയിലോട്ട് മാറ്റി കെട്ടണം. പാലൊന്ന് ചൂടാക്കി വെക്കട്ടെ. അതാ പാലൊക്കെ തിളച്ചു. വീഡിയോ ഇഷ്ടമായി ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ. തക്കാളിയൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിനൊക്കെ ഒന്ന് നനച്ച് കൊടുത്തു. അധികം പാത്രം കഴുകുന്ന വെള്ളമൊക്കെ അങ്ങനെ ഒഴിച്ചു കൊടുക്കും. നേരെ അടുക്കളേൻ്റെ അടുത്ത് തന്നെയാണ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം.